Good morning. How are you children? Are you safe in your home? I hope all are fine. നമ്മൾ ആൽഫബറ്റ്സ് ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചത്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇത്രയും ലെറ്റേഴ്സ് എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും അറിയാവോ? ABCD റൈം ഓർക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് ABCD റൈം ഒന്നും കൂടി പാടിയാലോ? പാടാം. ABCD EFG HIJK LMNOP LMNOPQ RST UVW XYZ. ഓർത്തോ? അപ്പോൾ അടുത്ത ലെറ്റർ ഏതായിരിക്കും? വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലെറ്റർ? ആർക്കെങ്കിലും അറിയുമോ? ടീച്ചർ പറഞ്ഞു തരാം. അടുത്ത ലെറ്റർ H. അടുത്ത ലെറ്റർ ഏതാ? H. ലെറ്റർ H സൗണ്ട് ഈസ് ഹ. ലെറ്റർ H സൗണ്ട് ഈസ് ഹ. ലെറ്റർ Hന്റെ സൗണ്ട് ഏതാന്ന് മനസ്സിലായോ? Hന്റെ സൗണ്ട് ഏതാ? ഹ. അപ്പോൾ H എഴുതാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ക്യാപിറ്റൽ ലെറ്റർ H എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഹൗ ടു റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ H? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, then another standing line. ക്യാപിറ്റൽ ലെറ്റർ H. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, വീണ്ടും ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടെ വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ H. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, then another standing line. ക്യാപിറ്റൽ ലെറ്റർ H. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, വീണ്ടും ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടെ വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ H. ലെറ്റർ H സൗണ്ട് ഈസ് ഹ. സ്മോൾ ലെറ്റർ H ഇരുന്ന് എങ്ങനെ നോക്കാം. ഹൗ ടു റൈറ്റ് സ്മോൾ ലെറ്റർ H? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, പിന്നെ ഒരു കർവും കൂടെ. സ്മോൾ ലെറ്റർ H. Standing line, then curve. Small letter H. Standing line, then curve. Small letter H. H sound is H. ഇനിയും ഫോർ ലൈനിൽ ക്യാപിറ്റൽ ലെറ്റർ Hഉം സ്മോൾ ലെറ്റർ Hഉം എങ്ങനെ എഴുതി നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ H ആദ്യം എഴുതാം. സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടെ വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ H. സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, വീണ്ടും ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടെ വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ H. സ്മോൾ ലെറ്റർ H എഴുതാം. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, പിന്നെ ഒരു കർവും കൂടെ വരച്ചു. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, ഒരു കർവും കൂടെ വരയ്ക്കണം. സ്മോൾ ലെറ്റർ H. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Hഉം സ്മോൾ ലെറ്റർ Hഉം വരയിൽ എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായില്ലേ? ലെറ്റർ H സൗണ്ട് ഈസ് ഹ. ലെറ്റർ Hന്റെ സൗണ്ട് ഏതായിരുന്നു? എല്ലാവരും പറഞ്ഞേ. ലെറ്റർ H സൗണ്ട് ഈസ് ഹ. എല്ലാവർക്കും മനസ്സിലായോ? ഹെയർ, ഹെഡ്, ഹാൻഡ്. ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ H കൂട്ടിയുള്ള വേർഡ്സുകളാണ്. എങ്കിൽ നമുക്കൊരു കഥയായാലോ? കഥയിലൂടെ H കൂട്ടിയുള്ള വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒരിടത്ത് ഹരി എന്നു പേരുള്ള ഒരു സർക്കസ് കമ്പനി നടത്തുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഹോഴ്സും ഒരു ഹെന്നും ഹിപ്പോയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏതൊക്കെ ജീവജാലങ്ങളാണ് ഉണ്ടായിരുന്നത്? ഹോഴ്സ്, ഹെൻ, ഹിപ്പോ. അദ്ദേഹം എല്ലാ ദിവസവും ഈ ഹോഴ്സിന്റെ പുറത്ത് കയറിയാണ് സവാരി ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഹാറ്റും വയ്ക്കാറുണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ഹാറ്റും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആകാശത്തിൽ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടു. ഇത് കണ്ട് അദ്ദേഹം അല്പസമയം മുകളിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ജീവജാലങ്ങളുടെ വാസസ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു. കോഴിയുടെ കൂടിന്, ഹെന്നിന്റെ കൂടിന് എന്തോ കേടുപാടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹരി എന്ന മനുഷ്യൻ വേഗം തൻ്റെ ബൈക്കെടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് ചുറ്റിക വാങ്ങിക്കാനായി, ഹാമർ വാങ്ങിക്കാനായി വെളിയിലേക്ക് പോയി. ഹാമർ വാങ്ങിച്ച് അദ്ദേഹം തിരികെ വീട്ടിൽ വന്നു. എന്നിട്ട് ഹെന്നിന്റെ കൂട് ശരിയാക്കി കൊടുത്തു. അങ്ങനെ ഹെന്നിന് വളരെ സന്തോഷമായി. ഇത് കണ്ട ബാക്കി ജീവജാലങ്ങൾക്കും തൻ്റെ യജമാനിന്റെ സ്നേഹം ഓർത്ത് അവര് അത് നന്ദിയോടെ ഓർത്തു. നല്ല കഥയാണോ? എല്ലാവർക്കും കഥ ഇഷ്ടമായോ? നമ്മൾ ഏതൊക്കെ പിക്ചേഴ്സ് ഇപ്പോൾ പഠിച്ചത്? ഏതൊക്കെ വേർഡ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഥയിലൂടെ? എന്തൊക്കെയാ പരിചയപ്പെട്ടത്? മക്കൾക്ക് പറയാമോ? മിസ് പറഞ്ഞു തരാം. ഹെലികോപ്റ്റർ, ഹോഴ്സ്, പിന്നെ പറഞ്ഞേ. ഹെൻ, ഹാറ്റ്, ഹെൽമെറ്റ്, ഹാമർ, ഹിപ്പോ, ഹൗസ്. എന്തൊക്കെയാ പരിചയപ്പെട്ടത്? ഹെലികോപ്റ്റർ, ഹോഴ്സ്, hen, house, hat, helmet, hammer, hippo. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എങ്കിൽ എല്ലാവരും ടെക്സ്റ്റ് എടുത്തോളൂ. All of you look here. H for helicopter. Helicopter. H for helicopter. Helicopter. എന്താണ് ഹെലികോപ്റ്റർ? എല്ലാവർക്കും ഹെലികോപ്റ്റർ അറിയാം. ഒരു എയർ വെഹിക്കിൾ ആണ് ഹെലികോപ്റ്റർ. നെക്സ്റ്റ്, H for home. Home. H for home. Home. Home means വീട്. നമ്മളെല്ലാം വീടുകളിലല്ലേ താമസിക്കുന്നത്. നെക്സ്റ്റ്, H for hat. Hat. H for hat. Hat. Hat means തൊപ്പി. Next, H for horse. Horse. H for horse. Horse. Horse means കുതിര. H for hen. Hen. Hen means കോഴി, പിടക്കോഴി. H for helmet. Helmet. H for helmet. Helmet. നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറില്ലേ? നെക്സ്റ്റ്, H for hammer. Hammer. H for hammer. Hammer. Hammer means ചുറ്റിക. ചുറ്റിക കണ്ടിട്ടുണ്ടോ?
Next, H for hippo. H, hippo. H for hippo. H, hippo. ഇതിന് ഹിപ്പോപ്പൊട്ടാമസ് എന്നും പറയും. ഒരു വന്യമൃഗമാണ് ഹിപ്പോ. ഇനി നമുക്ക് ഒരു റൈം പഠിച്ചാലോ? എല്ലാവർക്കും റൈം ഇഷ്ടമല്ലേ? All of you look here, listen here. Are you ready? Okay. എല്ലാവരും റെഡി അല്ലേ? പപ്പ മമ്മി ബേബി going to Bombay. പപ്പ പപ്പ പോം പോം പോം. പപ്പ പപ്പ പോം പോം പോം. Down in the station early in the morning, see the little Papa Polly, see the little Papa Polly all in the road. See the engine driver turning the handle, pip 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 Papa Polly, pip 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 Papa Polly, off they go, off they go, off they go. എല്ലാവർക്കും റൈം ഇഷ്ടമായോ? ഒരു തവണ കൂടി നമുക്ക് പാടാം. പപ്പ മമ്മി ബേബി going to Bombay. പപ്പ പപ്പ പോം പോം പോം. പപ്പ പപ്പ പോം പോം പോം. Down in the station early in the morning, see the little Papa Polly, see the little Papa Polly all in the road. See the engine driver turning the handle, pip 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 Papa Polly, pip 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 Papa Polly, off they go, off they go, off they go. എല്ലാവർക്കും റൈം ഇഷ്ടമായോ? എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. ടെക്സ്റ്റിലെ പിക്ചേഴ്സ് ഒന്നുകൂടി ഐഡന്റിഫൈ ചെയ്യാം. H for helicopter. H, helicopter. H for home. H, home. H for home. H, home. H for hat. H, hat. H for hat. H, hat. H for horse. H, horse. H for horse. H, horse. H for hen. H, hen. H for hen. H, hen. H for helmet. H, helmet. H for helmet. H, helmet. H for hammer. H, hammer. H for hammer. H, hammer. H for hippo. H, hippo. H for hippo. H, hippo. എങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ എഴുതാം. എല്ലാവരും റെഡിയാണോ? ടെക്സ്റ്റിൽ എഴുതാം. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങോട്ട് വരച്ചു, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈനും വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ H. One standing line, then sleeping line and another standing line. Capital letter H. ഇതുപോലെ ഈ ബോക്സിൽ എഴുതണം. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ H എഴുതാം. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, പിന്നെ ഒരു കർവ് വരച്ചു. H, small letter H. One standing line and curve. This is small letter H. Small letter H ഈ ബോക്സിലും എഴുതണം. അപ്പോൾ എല്ലാവരും എഴുതി പഠിക്കണം. എല്ലാവരും എഴുതി പഠിക്കുമോ? എല്ലാവരും എഴുതി പഠിക്കണം കേട്ടോ. നല്ല കുട്ടികളല്ലേ, എല്ലാവരും എഴുതി പഠിക്കുന്ന ടീച്ചറിനറിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും എ മുതൽ H വരെയുള്ള ലെറ്റേഴ്സ് എഴുതാനായിട്ട് പഠിച്ചില്ലേ?
നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇഷ്ടം തോന്നുമ്പോൾ ഇഷ്ടമുള്ള സമയങ്ങളിൽ നമ്മുടെ ഈ വർക്ക് ബുക്ക് എടുത്ത് ലെറ്റേഴ്സ് എല്ലാവരും എഴുതണം. ഇഷ്ടമുള്ള സമയത്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ തോന്നുമ്പോൾ ഈ വർക്ക് ബുക്ക് എടുത്ത് എഴുതുമല്ലോ. ടേക്ക് പേജ് നമ്പർ 30. നെയിം ദി ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് സർക്കിൾ ദി ഫസ്റ്റ് ലെറ്റർ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ അത് നമ്മൾ സർക്കിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എലിഫന്റ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് E? Letter E sound is A. Letter E sound ഏതാ? A. Then circle this letter. E for elephant. Next. What is this? This is a fox. What is the sound of F? Letter F sound is F. Letter F ന്റെ സൗണ്ട് ഏതാണ്? F. Then circle this letter. F for fox. What is this? This is a flask. What is the sound of F? Letter F sound is F. Letter F sound is F. F for flask. Then circle this letter. Next, what is this? This is an engine. What is the sound of E? Letter E sound is A. Letter E sound is A. E for engine. Then circle this letter. Understood? Then take another page. Page number 36. Name the following pictures and circle the first letter. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ അത് സർക്കിൾ ചെയ്യുക. What is this? This is a girl. What is the sound of G? Letter G sound is G. Letter G sound is G. G for girl. Then circle this letter. Next, what is this? This is a hat. What is this? This is a hat. What is the sound of H? Letter H sound is H. Letter H sound is H. H for hat. Then circle this letter. Next, what is this? This is a hen. What is this? This is a hen. What is the sound of H? Letter H sound is H. H for hen. H for hen. Then circle this letter. Next, what is this? This is a gorilla. What is this? This is a gorilla. What is the sound of G? Letter G sound is G. Letter G sound is G. G for gorilla. Then circle this letter. Understood? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. ലെറ്റർ എച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. എച്ച് കൂട്ടിയുള്ള പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവരും പഠിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. നാളത്തെ ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മിസ്സിന്റെ ചക്കരവാവൽക്കെല്ലാം സുഖമാണോ? സുഖമാണല്ലേ? നമുക്ക് ഇന്ന് മലയാളം പഠിക്കാം. നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം നമുക്ക് ഇന്ന്
തിട്ടമാക്കാം. അവയുടെ വാക്കുകളും തിട്ടമാക്കാം. സ്വരാക്ഷരങ്ങൾ ഏതെല്ലാമായിരുന്നു നാം പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ആ, ആ, ഇ, ഈ, ഉ, ഊ. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കേ. ദാ എഴുതി, ദായെ കൂട്ടി ഒരു റാ എഴുതി, റായെ കൂട്ടി ഒരു രാ എഴുതി. ഏതക്ഷരമായിരുന്നിരുന്ന്? ആ. ഏതക്ഷരമാണിത്? ആ. ആ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാ എഴുതി, ദായെ കൂട്ടി വീണ്ടും ഒരു റാ എഴുതി, റായെ കൂട്ടി രാ എഴുതി. ഇങ്ങനെ ഇവിടുന്ന് വളഞ്ഞ് ആനയുടെ തുമ്പിക്കൈ പോലെ വളച്ചുകൊണ്ട് വരണം. ഇതേതക്ഷരമായിരുന്നു? ആ. ഏതക്ഷരമായിരുന്നു? ആ. ഇനിയും ഈ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വീണ്ടും ഒന്നും കൂടെ മനസ്സിലാക്കാം. ഒരു ചെറിയ റാ ഇട്ടു, അതേ കൂട്ടി ഒരു വലിയ റാ വരച്ചു, വീണ്ടും അതേ കൂട്ടി ഒരു റായും കൂടെ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഇതേതക്ഷരമായിരുന്നു? ഈ. ഏതക്ഷരമായിരുന്നു? ഈ. ഈ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഒരു ചെറിയ റാ ഇട്ടു, ഇതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു, വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും വളയ്ക്കണം. എന്നിട്ടെന്താ, ഒരു ചിഹ്നവും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഞാ പോലെ എഴുതി ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെ താഴോട്ട് വളയ്ക്കണം. ഈ. ഏതക്ഷരമായിരുന്നത്? ഈ. ഒരു ചെറിയ റാ വരച്ചു, അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു, വളച്ച് വീണ്ടും താഴേക്ക് വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ എഴുതി, അതേ കൂട്ടി ഒരു വലിയ റാ എഴുതി, ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഇതേതക്ഷരമാ? ഓ. ഇനിയും ഊ എന്ന അക്ഷരമാകണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ചിഹ്നം കൂടി നാം ചേർക്കണം. നാ എഴുതി, നായെ കൂട്ടി ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം, ആനയുടെ തുമ്പിക്കൈ പോലെ. ഇതേതക്ഷരമാ? ഊ. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ദാ എഴുതി, ദായെ കൂട്ടി ഒരു റാ എഴുതി, റായെ കൂട്ടി ഒരു രാ എഴുതി. ഏതക്ഷരമായിരുന്നിരുന്ന്? ആ. ഏതക്ഷരമാണിത്? ആ. ദാ എഴുതി, ദായെ കൂട്ടി വീണ്ടും ഒരു റാ എഴുതി, റായെ കൂട്ടി രാ എഴുതി. ഇങ്ങനെ ഇവിടുന്ന് വളഞ്ഞ് ആനയുടെ തുമ്പിക്കൈ പോലെ വളച്ചുകൊണ്ട് വരണം. ഇതേതക്ഷരമായിരുന്നു? ആ. ഏതക്ഷരമായിരുന്നു? ആ. ഒരു ചെറിയ റാ ഇട്ടു, അതേ കൂട്ടി ഒരു വലിയ റാ വരച്ചു, വീണ്ടും അതേ കൂട്ടി ഒരു റായും കൂടെ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഇതേതക്ഷരമായിരുന്നു? ഈ. ഏതക്ഷരമായിരുന്നു? ഈ. ഒരു ചെറിയ റാ ഇട്ടു, ഇതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു, വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇങ്ങനെ വളച്ച്
താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും വളയ്ക്കണം. എന്നിട്ടെന്താ, ഒരു ചിഹ്നവും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഞാ പോലെ എഴുതി ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെ താഴോട്ട് വളയ്ക്കണം. ഈ, ഏതക്ഷരമായിരുന്നത്? ഈ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. വളച്ച് വീണ്ടും താഴേക്ക് വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ എഴുതി. അതേ കൂട്ടി ഒരു വലിയ റാ എഴുതി. ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഇതേതക്ഷരമാ? ഓ. ഇനിയും ഊ എന്ന അക്ഷരമാകണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ചിഹ്നം കൂടി നാം ചേർക്കണം. നാ എഴുതി നായെ കൂട്ടി ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം. ആനയുടെ തുമ്പിക്കൈ പോലെ. ഇതേതക്ഷരമാ? ഊ. സ്വരാക്ഷരങ്ങൾ അപ്പോൾ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വന്നോ? സ്വരാക്ഷരങ്ങൾ എല്ലാവരും ഓർത്തോ? ഏതൊക്കെയായിരുന്നു സ്വരാക്ഷരങ്ങൾ നാം പഠിച്ചത്? ആ, ആ, ഇ, ഈ, ഉ, ഊ. എങ്കിൽ നമുക്ക് ആദ്യം ഒരു റൈം പഠിച്ചാലോ? അമ്മയുള്ള വീട്, സ്നേഹമുള്ള വീട്, അച്ഛനുള്ള വീട്, ചന്തമുള്ള വീട്, നന്മയുണ്ട് വീട്ടിൽ, ശാന്തിയുണ്ട് വീട്ടിൽ, ഞങ്ങളൊത്തു വാഴും സ്വർഗമാണ് വീട്. ഒരു തവണ കൂടി നമുക്ക് പാടിയാലോ? അമ്മയുള്ള വീട്, സ്നേഹമുള്ള വീട്, അച്ഛനുള്ള വീട്, ചന്തമുള്ള വീട്, നന്മയുണ്ട് വീട്ടിൽ, ശാന്തിയുണ്ട് വീട്ടിൽ, ഞങ്ങളൊത്തു വാഴും സ്വർഗമാണ് വീട്. ഇനി നമുക്ക് അക്ഷരങ്ങളും അവയുടെ വാക്കുകളും ഒന്നുകൂടി തിട്ടമാക്കാം. ആ. ആ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ ഏതെല്ലാമായിരുന്നു? ആ അമ്മ, ആ അച്ഛൻ, ആ അമ്മൂമ്മ, ആ അപ്പൂപ്പൻ. ആ അമ്മ, ആ അച്ഛൻ, ആ അമ്മൂമ്മ, ആ അപ്പൂപ്പൻ. നമ്മൾ ഒരു പാട്ട് പഠിച്ചില്ലായിരുന്നോ? അമ്മയുണ്ടല്ലോ എൻ്റെ വീട്ടിൽ, അച്ഛനുണ്ടല്ലോ എൻ്റെ വീട്ടിൽ, താരാട്ടു പാടുവാൻ അമ്മൂമ്മയും അപ്പൂപ്പനും ചേർന്ന് സ്നേഹവീട്. ഈ സ്നേഹവീട്ടില് ആരെല്ലാം മരുന്നുണ്ടായിരുന്നത്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ. സ്നേഹവീട്ടിൽ ആരെല്ലാം മരുന്നുണ്ടായിരുന്നത്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ. ഇനി അടുത്തത് ആ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ആ എന്ന അക്ഷരം കൂട്ടി ഏതെല്ലാം വാക്കുകളായിരുന്നു നാം പരിചയപ്പെട്ടത്? ആ എന്ന അക്ഷരം പഠിച്ചപ്പോൾ നമ്മള് ആനയുടെ ഒരു പാട്ട് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. അതിനു മുമ്പ് നമുക്ക് ആ കൂട്ടിയുള്ള വാക്കുകൾ ഏതെല്ലാമാന്ന് ഒന്നുകൂടി നോക്കാം. ആ ആന, ആ ആമ, ആ ആട്, ആ ആകാശം. ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ആ ആന, ആ ആട്, ആ ആമ, ആ ആകാശം. ആനയുടെ പാട്ട് ഏതായിരുന്നു? ആനയ്ക്കു കൊമ്പുകൾ വായിലാണേ, ആടിനു കൊമ്പുകൾ തലയിലാണേ, ആമയ്ക്ക് വീട് മുതുകിലാണേ, ആകാശം എല്ലാവർക്കും മേലെയാണേ. ആനയുടെ കൊമ്പുകൾ എവിടാണ്? വായിൽ. ആനയുടെ കൊമ്പുകൾ എവിടാണ്? വായിൽ. ആടിന്റെ കൊമ്പുകൾ എവിടാണ്? തലയിൽ. ആടിന്റെ കൊമ്പുകൾ എവിടെയാണ്? തലയിൽ. ആമയുടെ വീട് എവിടാണ്? മുതുകിൽ. ആമയുടെ വീട് എവിടാണ്? മുതുകിൽ. ഇനി നമുക്ക് ഈ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം.
ഈ ഇല, ഈ ഇഞ്ചി, ഈ ഇഷ്ടം. ഈ ഇല, ഈ ഇഞ്ചി, ഈ ഇഷ്ടം. ഈ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചപ്പോൾ ഒരു പാട്ട് പഠിച്ചായിരുന്നു. ഏതായിരുന്നു ആ പാട്ട്? ഇലകൾക്കുണ്ടേ പല രൂപം, ഇഞ്ചിക്കുണ്ടൊരു നീളനില, ഇമചിമ്മാതെ നോക്കിയിടാൻ ഇഷ്ടം തോന്നും പച്ചയില. ഇഞ്ചിയുടെ ഇല എങ്ങനെയുള്ളതായിരുന്നു? നീളമുള്ള ഇലയാണല്ലേ. ഇഞ്ചിയുടെ ഇല എങ്ങനെയുള്ളതാണ്? നീളമുള്ള ഇലയാണ്. ഇനി നമുക്ക് ഈ കൂട്ടിയുള്ള വാക്കുകൾ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടി നോക്കാം. ഈ ഈന്തപ്പഴം, ഈ ഈച്ച, ഈ ഈണം. ഈ ഈന്തപ്പഴം, ഈ ഈച്ച, ഈ ഈണം. ഈന്തപ്പഴം തിന്നാൻ ഈച്ച വന്നു, അമ്മൂമ്മ വലയിട്ടു മൂടി വെച്ചു, നാണിച്ചു നമ്മുടെ കുഞ്ഞനീച്ച, ഈണത്തിൽ മൂളി പറന്നുപോയി. ഓർക്കുന്നുണ്ടോ ഈ പാട്ട്? ഈന്തപ്പഴം തിന്നാൻ ആരാ വന്നത്? ഈന്തപ്പഴം തിന്നാൻ ആരാ വന്നത്? ഈച്ച. ഈന്തപ്പഴം തിന്നാൻ ആരാ വന്നത്? ഈച്ച. അമ്മൂമ്മ അപ്പോൾ എന്താ ചെയ്തത്? വലയിട്ട് മൂടി വെച്ചു. അമ്മൂമ്മ അപ്പോൾ എന്താ ചെയ്തത്? വലയിട്ട് മൂടി വെച്ചു. അപ്പോൾ കുഞ്ഞിനിച്ചി എന്താ ചെയ്തത്? നാണിച്ച് ഈണത്തിൽ മൂളി പറന്നുപോയി. കുഞ്ഞിനിച്ചി അപ്പോൾ എന്താ ചെയ്തത്? നാണിച്ച് ഈണത്തിൽ മൂളി പറന്നുപോയി. ഉ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്നും കൂടി തിട്ടമാക്കാം. ഉ ഉറുമ്പ്, ഉ ഉരൽ, ഉ ഉരുളി, ഉ ഉറി. ഉ ഉറുമ്പ്, ഉ ഉരൽ, ഉ ഉരുളി, ഉ ഉറി. പാട്ട് ഓർക്കുന്നുണ്ടോ? ഉറുമ്പ് കൂട്ടം വരി വരിയായി അരിമണി തേടി വരവായി, ഉരലിൽ നോക്കി ഉരുളിയിൽ നോക്കി ഉറിയും നോക്കി നടപ്പായി. ഉറുമ്പുകൂട്ടം എങ്ങനെയാണ് വന്നത്? വരി വരിയായി. ഉറുമ്പുകൂട്ടം എങ്ങനെയാ വന്നത്? വരി വരിയായി. അവരെന്ത് തേടിയാ വന്നത്? ഉറുമ്പുകൂട്ടം എന്ത് തേടിയാ വന്നത്? അരിമണി തേടി. എന്ത് തേടിയാണ് ഉറുമ്പുകൂട്ടം വന്നത്? അരിമണി തേടി. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഊ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകളെ ഏതെല്ലാമെന്ന് ഒന്നും കൂടി തിട്ടമാക്കാം. ഊ ഊഞ്ഞാൽ, ഊ ഊണ്, ഊ ഊന്നുവടി. ഊ ഊഞ്ഞാൽ, ഊ ഊണ്, ഊ ഊന്നുവടി. പാട്ട് ഓർക്കുന്നുണ്ടോ? ഊതിമടുത്തപ്പോൾ ഉണ്ണി ഊഞ്ഞാലാടി രസിച്ചു, ഊണ് കഴിക്കാൻ നേരം ഊഞ്ഞാലും വിട്ടവനോടി. ഊതിമടുത്തപ്പോൾ ഉണ്ണി എന്താടിയാ രസിച്ചത്? ഊഞ്ഞാലാടി. ഊതിമടുത്തപ്പോൾ ഉണ്ണി എന്താടിയാ രസിച്ചത്? ഊഞ്ഞാലാടി. ഊണ് കഴിക്കാൻ നേരം എന്ത് വിട്ടാണ് ഉണ്ണി ഓടിയത്? ഊഞ്ഞാലും വിട്ട്. ഊണ് കഴിക്കാൻ നേരം ഉണ്ണി എന്ത് വിട്ടാണ് ഓടിയത്? ഊഞ്ഞാലും വിട്ട്. ആ മുതല് ഊ വരെയുള്ള അക്ഷരങ്ങളും അവയുടെ വാക്കുകളും എല്ലാവർക്കും തിട്ടമായില്ലേ? ടീച്ചർ പഠിപ്പിച്ചതുപോലെ എല്ലാവരും വാക്കുകള് പറഞ്ഞു പഠിക്കണം. പറഞ്ഞു പഠിക്കുവോ? പഠിക്കുവല്ലേ? ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഒരു വർക്ക് ചെയ്താലോ? നിറം കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് നിറം കൊടുക്കാം. കുഞ്ഞുങ്ങളെ, ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ? ഇത് എന്തിന്റെ ചിത്രമാണ്? പൂവിന്റെ ചിത്രമാണല്ലേ? ഈ പൂവിന് കുറേ ഇതളുകളുണ്ട്. ഈ ഇതളുകൾക്ക് ഓരോന്നിനും ഓരോ പേരുകളാണ്. ഓരോരോ പേരുകളാണ്. ആ പേരുകൾ ഏതെല്ലാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആ, ആ, ഈ, ഈ, ഉ, ഊ. ഈ ഇതളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇത് ഏത് പുസ്തകമാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏത് പുസ്തകമാണ് ഇതെന്ന് മനസ്സിലായോ?
പൂമ്പാറ്റ കൈയക്ഷരം എല്ലാവരുടെ കയ്യിലില്ലേ? എല്ലാവരും ഇതിൽ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് അക്ഷരങ്ങള് കുത്തിൽ കൂടി ഈ ബുക്കിൽ എഴുതാം. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. കുഞ്ഞുങ്ങളെ, ഇതേതക്ഷരമാ? റ. റ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതാൻ പഠിച്ചത്? വളച്ച് ഇങ്ങനെ എഴുതണം. ഇതുപോലെ വളച്ച് എഴുതണം. കുത്തിൽ കൂടി എല്ലാവരും എഴുതണം. അതിനുശേഷം ഇങ്ങനെ വളച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുമല്ലോ. ര. ഇതേതക്ഷരമാണ്? ര. ര എങ്ങനെ നമ്മൾ എഴുതാൻ പഠിച്ചത്? റാ പോലെ വന്ന് ഇങ്ങനെ അകത്തേക്ക് വളയ്ക്കണം അല്ലേ? ഇങ്ങനെ അകത്തേക്ക് വളയ്ക്കണം. ഈ കുത്തിൽ കൂടി എല്ലാവരും എഴുതുമല്ലോ. അതിനുശേഷം ഇങ്ങനെ വളച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുമല്ലോ. ഇതേതക്ഷരമായിരുന്നു? ത. ഇതേതക്ഷരമാണ്? ത. ത എങ്ങനെ നമ്മൾ എഴുതാൻ പഠിച്ചത്? റാ പോലെ വന്ന് അകത്തൂടെ കയറ്റി ഇങ്ങനെ വീണ്ടും ഒരു റായും കൂടെ എഴുതണം അല്ലേ? റാ പോലെ വന്ന് അകത്തൂടെ കയറ്റി വീണ്ടും ഒരു റായും കൂടെ എഴുതണം. ഇതുപോലെ കുത്തിൽ കൂടി എല്ലാവരും എഴുതാൻ ശ്രമിക്കുമല്ലോ. ഇതുപോലെ തന്നെ എല്ലാവരും എഴുതാൻ ശ്രമിക്കുമല്ലോ. ഇതേതക്ഷരമാണ്? ന. ഇതേതക്ഷരമാണ്? ന. ഒരു റായ എഴുതി, അതേ കുട്ടി വീണ്ടും ഒരു റായും കൂടെ എഴുതി. ഇതേതക്ഷരമാണ്? ന. ഇതുപോലെ കുത്തിൽ കൂടി എല്ലാവരും എഴുതണം. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാവരും എഴുതാൻ ശ്രമിക്കുമല്ലോ. എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ ആ മുതൽ ഊ വരെയുള്ള അക്ഷരങ്ങളും അവയുടെ വാക്കുകളും തിട്ടമാക്കാൻ സാധിച്ചില്ലേ? എല്ലാവരും വാക്കുകളെല്ലാം പറഞ്ഞു പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീരാൻ സമയമായി. അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. All of you say good morning. Good. How are you? Are you fine and safe in your home? Hope all are fine. Today we will learn EVS. ഇന്ന് നമുക്ക് EVS പഠിക്കാം. EVSൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു? What is your name? What is your name എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? My name is. അവനവൻ്റെ പേര് പറയണല്ലേ? മൈസെൽഫ് ഓർക്കുന്നുണ്ടോ? മൈസെൽഫ് എങ്ങനെ പറയേണ്ടത്? I am a boy or girl. ബോയ് ആണെങ്കിൽ ബോയ് എന്ന് പറയണം. ഗേൾ ആണെങ്കിൽ ഗേൾ എന്ന് പറയണം. പിന്നെ എത്ര വയസ്സായി എങ്ങനെ പറയും? I am 4 years old. I am 4 years old. 4 ഉള്ളവര് 4 പറയണം. 4ൽ കൂടുതലുള്ളവര് അവരുടെ പ്രായം പറയണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? I study in LKG. I study in LKG. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൈസെൽഫിൽ പഠിച്ചവയാണല്ലേ? പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ബോഡി പാർട്സ് പഠിച്ചു. ഓർക്കുന്നുണ്ടോ മക്കള്? ബോഡി പാർട്സ് ഏതൊക്കെയായിരുന്നു? ഹെഡ്, ഹെയർ, ഐസ്, നോസ്, ഇയേഴ്സ്, മൗത്ത്, ഹാൻഡ്, ഷോൾഡേഴ്സ്, ഫിംഗേഴ്സ്, സ്റ്റൊമക്ക്, ലെഗ്, ടോസ്. ബോഡി പാർട്സ് പഠിച്ചായിരുന്നു. ബോഡി പാർട്സിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്? ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? How many hands do you have? How many hands do you have? എത്ര കൈകളുണ്ട് നിങ്ങൾക്ക്? 2. എത്ര കൈകളുണ്ട്? 2. How many hands do you have? 2. I have 2 hands. I have 2
hands. What do you do with your legs? കാലുപയോഗിച്ച് എന്താ ചെയ്യുന്നത്? I walk with my legs. I walk with my legs. കാലുപയോഗിച്ച് എന്താ ചെയ്യുന്നത്? നടക്കും. I walk with my legs. What do you do with your nose? What do you do with your nose? മൂക്കുപയോഗിച്ച് എന്താ ചെയ്യുന്നത്? I smell with my nose. I smell with my nose. മൂക്കുപയോഗിച്ച് എന്താ ചെയ്യുന്നത്? നമ്മൾ പലതരത്തിലുള്ള മണങ്ങൾ ആസ്വദിക്കും. പലതരത്തിലുള്ള ഗന്ധങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഏതവയുള്ളതുകൊണ്ടാ ഗന്ധങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്? നോസ് ഉള്ളത് കൊണ്ട്, മൂക്കുള്ളത് കൊണ്ടാണല്ലേ? What do you do with your eyes? What do you do with your eyes? കണ്ണുപയോഗിച്ച് എന്താ ചെയ്യുന്നത്? I see with my eyes. I see with my eyes. കണ്ണുള്ളത് കൊണ്ടല്ലേ നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതുപയോഗിച്ചാണ് നമ്മൾ കാണുന്നത്? ഐസ്, കണ്ണുപയോഗിച്ചാണ് കാണുന്നത് അല്ലേ? What do you do with your hands? What do you do with your hands? I write with my hands. കൈ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? എഴുതും. കൈ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? എഴുതും. I write with my hands. അപ്പോൾ ബോഡി പാർട്സിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നാം മനസ്സിലാക്കിയത്. ഇനിയും വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്? ഗുഡ് ഹാബിറ്റ്സ് ഏതെല്ലാമായിരുന്നു? Wake up early in the morning, brush your teeth and take bath, have breakfast, go to school on time, play every day, sleep on time. ഇത്രയും കാര്യങ്ങൾ ഗുഡ് ഹാബിറ്റ്സിൽ നാം പഠിച്ചു. Say any two good habits. Say any two good habits. രണ്ട് ഗുഡ് ഹാബിറ്റ്സ് പറയാമോ? ഏതൊക്കെ എളുപ്പം പറയാൻ പറ്റുന്ന ഗുഡ് ഹാബിറ്റ്സ്? Play every day, sleep on time. Play every day, sleep on time. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നവ? സ്മോൾ ഹൗസ്, ഫ്ലാറ്റ്, ഇഗ്ലൂ, ബംഗ്ലാവ്, ബിഗ് ഹൗസ്. Name the house which is made of ice. Igloo. Name the house which is made of ice. ഐസ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന വീട് ഏതായിരുന്നു? ഇഗ്ലൂ. അതിന് പറയുന്ന പേരെന്താ? ഇഗ്ലൂ. ഡിഫറെന്റ് റൂംസ് ഏതൊക്കെയാന്ന് പഠിച്ചില്ലേ? What are the different rooms in a house? What are the different rooms in a house? പലതരത്തിലുള്ള മുറികൾ ഏതൊക്കെയായിരുന്നു? ലിവിംഗ് റൂം, ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, ഡൈനിങ് റൂം, സ്റ്റഡി റൂം. ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, ഡൈനിങ് റൂം, സ്റ്റഡി റൂം. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുറികൾ ഏതൊക്കെയാണ്, റൂമുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർമ്മയിൽ വന്നല്ലോ. ഇനി അടുത്തത്, എവിടെ ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഡൈനിങ് റൂം. എവിടെയാണ് നമ്മൾ കുളിക്കുന്നത്? ബാത്റൂം. എവിടെ കിടന്നാണ് നമ്മൾ ഉറങ്ങാറുള്ളത്? ബെഡ്റൂം. എവിടെയാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കാറുള്ളത്? ലിവിംഗ് റൂം. അടുത്തത്, ഗോൾഡൻ ബെഡ്സ് ഏതെല്ലാമായിരുന്നു? Which are the golden beds? Excuse me, may I? Please, I'm sorry. You are welcome. Thank you.
ഗോൾഡൻ വേർഡ്സ് ഓർമ്മയിൽ വന്നോ? What do you say when we greet others in the morning? നമ്മൾ രാവിലെ ആരെങ്കിലും കണ്ടാലേ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ്. എങ്ങനെയാ ഗ്രീറ്റ് ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ്. അടുത്തത് ഏതെല്ലാമായിരുന്നു ഗുഡ് മോർണിംഗ്സ് ആൻഡ് വാല്യൂസ്? ഗുഡ് മോർണിംഗ്സ് ആൻഡ് വാല്യൂസ് ഏതെല്ലാമായിരുന്നു? റെസ്പെക്ട് എവരിവൺ, സ്പീക്ക് പൊളൈറ്റ്ലി, respect our nation, help others and share things, smile at others, wait for your turn, ask permission. Say any 3 good values. Say any 3 good values. Respect everyone, speak politely, respect our nation. മനസ്സിലായോ? ഹെൽത്തി ഹാബിറ്റ്സ് ഏതെല്ലാമായിരുന്നു? ടേക്ക് ബാത്ത് ഡെയിലി, ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ്, ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഗ്രെയിൻസ്, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ഡു പ്ലേ ഓർ എക്സസൈസ് എവറി ഡേ, സ്ലീപ്പ് ഓൺ ടൈം. Say any 5 healthy habits. Say any 5 healthy habits. Take bath daily. Eat a variety of food. Eat more vegetables and grains. Drink plenty of water. Do play or exercise every day. Understood? EVCയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയതല്ലേ? ഇനിയും നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങളുടെ ഫേസ് എന്താ? മുഖം. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയായിരിക്കും? ചിരിച്ചോണ്ടിരിക്കും അല്ലേ? എങ്ങനെയായിരിക്കും? ചിരിക്കുന്ന ഫേസ് ആയിരിക്കും. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. ഹാപ്പി ഫേസ്. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ, വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കും? സാഡ് ഫേസ് ആയിരിക്കത്തില്ലേ? എങ്ങനെയായിരിക്കും? കരഞ്ഞ മുഖമായിരിക്കും. സാഡ് ഫേസ് ആയിരിക്കും അല്ലേ? എങ്ങനെ ഇരിക്കും അല്ലേ? ഇവിടേക്ക് നോക്കിക്കേ. സങ്കടം വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുഖം? സാഡ് ഫേസ്. അടുത്തത്, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ, ഭയങ്കര ദേഷ്യം വരത്തില്ലേ ചില സമയത്ത്? അപ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഫേസ് എങ്ങനെയായിരിക്കും? ഇവിടേക്ക് നോക്കിക്കേ. ആംഗ്രി ഫേസ്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെയുള്ള ഫേസസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരല്പം വർക്കുണ്ട് വർക്ക് ബുക്കിൽ. ഇഷ്ടമുള്ളവർ എഴുതിയാൽ മതി. മിസ് ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുതാനായിട്ട് ഇഷ്ടം തോന്നത്തില്ലേ? ആ സമയത്ത് എഴുതിയാൽ മതി കേട്ടോ. അല്ലാതെ ആരെയും മിസ് നിർബന്ധിക്കുന്നില്ല കേട്ടോ. എഴുതാൻ അറിയാവുന്നവർ മാത്രം എഴുതിയാൽ മതി. അല്ലാത്ത കുട്ടികളെ മിസ് പിന്നീട് എഴുതിച്ചോളാം കേട്ടോ. അപ്പോൾ വർക്ക് ബുക്കിലേക്ക് എല്ലാവരും നോക്കിക്കേ. വർക്ക് ബുക്കിൽ ഈ പേജ് എടുക്കുക. മാച്ച് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. ഇവിടെ ഈ സൈഡിൽ ക്യാപിറ്റൽ ലെറ്ററും ഈ സൈഡിൽ സ്മോൾ ലെറ്റേഴ്സും തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് സ്മോൾ ലെറ്ററിലേക്ക് മാച്ച് ചെയ്യണം, വരയ്ക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതേത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി സ്മോൾ ലെറ്റർ എ ഇവിടെ കണ്ടുപിടിക്കണം. നോക്കിക്കേ, സ്മോൾ ലെറ്റർ എ എവിടെയാണുള്ളത്? സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എയിൽ നിന്ന് സ്മോൾ ലെറ്റർ എയിലേക്ക് മാച്ച് ചെയ്യണം. അടുത്തത്, ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ ബി. ഈ സൈഡിൽ നോക്കിക്കേ, സ്മോൾ ലെറ്റർ ബി എവിടെയാ ഉള്ളതെന്ന്? സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബിയിൽ നിന്ന് സ്മോൾ ലെറ്റർ ബിയിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത്, ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ സി. സ്മോൾ ലെറ്റർ സി കണ്ടുപിടിച്ചേ. സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സിയിൽ നിന്ന് സ്മോൾ ലെറ്റർ സിയിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത്, ഇതേത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി കണ്ടുപിടിച്ചേ. സ്മോൾ ലെറ്റർ ഡി. ക്യാപിറ്റൽ ലെറ്റർ ഡിയിൽ നിന്ന്
സ്മോൾ ലെറ്റർ ഡിയിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത് ഇതേത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ ഏതാണ്? സ്മോൾ ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇയിൽ നിന്ന് സ്മോൾ ലെറ്റർ ഇയിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത് ഇതേത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് കണ്ടുപിടിച്ചേ. ഇത് സ്മോൾ ലെറ്റർ എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫിൽ നിന്ന് സ്മോൾ ലെറ്റർ എഫിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത് ഇതേത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ജി. സ്മോൾ ലെറ്റർ ജി ഏതാണ്? ഇതാണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ ജിയിൽ നിന്ന് സ്മോൾ ലെറ്റർ ജിയിലേക്ക് മാച്ച് ചെയ്തേ. അടുത്തത് ഇതേത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ എച്ച്. സ്മോൾ ലെറ്റർ എച്ച് കണ്ടുപിടിച്ചേ. ഇത് സ്മോൾ ലെറ്റർ എച്ച് അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ എച്ചിൽ നിന്ന് സ്മോൾ ലെറ്റർ എച്ചിലേക്ക് മാച്ച് ചെയ്തേ. മനസ്സിലായോ? EVS-ൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓർക്കാൻ സാധിച്ചു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീരാൻ സമയമായി. നാളത്തെ ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മാത്സ് പഠിക്കാം. Are you ready to learn maths? Yes. Then last class we have learned in last class we have learned do you like that class? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചൂണ്ടയിട്ടതും മീൻ പിടിച്ചതും നമ്മൾ കൗണ്ട് ചെയ്തതൊക്കെ കണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? 4 എഴുതാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5. See, what is this? 5. നമുക്ക് ആദ്യമേ ഒന്ന് പിക്ചർ എണ്ണി 5 ഒക്കെ പഠിക്കാം. Count and say. How many rabbits are here? How many rabbits are here in this picture? So many rabbits are there. So many carrots are there. Shall we count it? Count it once. 1, 2, 3, 4, 5. How many rabbits are there? 5. Once more count. 1, 2, 3, 4, 5. Then answer is 5. Then how many carrots are here? Count it. 1, 2, 3, 4, 5. See, again in this box there is number of carrots are given there. We can count. Let's count together. 1, 2, 3, 4, 5. How many carrots are there? 5 carrots. The answer is 5. Then how many leaves are there? ഇലകൾ എത്രയുണ്ട്? ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ. എത്ര ഇലകളുണ്ട്? എന്നിട്ട് 1, 2, 3, 4, 5. How many leaves are there? 5 leaves. 5 ഇലകളുണ്ട് അല്ലേ? ഇനി again ഒന്നുകൂടെ റാബിറ്റിനെ എഴുതിക്കോ. Here next box. 1, 2, 3, 4, 5. Count it once more. 1, 2, 3, 4, 5. Total how many rabbits are there? 5 rabbits. See, tick the boxes which have 5. Tick ചെയ്യണം. 5 എണ്ണമുള്ള ബോക്സിനെ മാത്രം ടിക്ക് ചെയ്താൽ മതി. Rest of the box don't touch. കേട്ടോ? If the number is less than 5 means don't touch there. 5 കുറവ് വരുന്ന ഒബ്ജക്റ്റ് 5 കുറവ് വരുന്ന ബോക്സുകളെ നമ്മൾ തൊടണ്ട. See, tick the boxes which have 5. ഈ 3 ബോക്സുകളാണ് അല്ലേ? 3 boxes are there. In each box, how many balloons are there? How many oranges are there? How many birds are there? We don't know exactly. We should count and see. Come, let's count it together. Count it. 1, 2, 3, 4,
Tick the box. 5 balloons are there, so we have given tick mark. Then how many oranges are here? Count. 1, 2, 3, 4, 5. How many are there? 5. Tick here. Then how many birds are there? Tick it. So we count it. 1, 2. What do you say? Don't do anything else. Leave it there. അവിടെ 5 കുറവാണ്. Number of object is less than 5. So don't touch. നിങ്ങൾക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. ഏതൊക്കെയാ പറഞ്ഞേ? Eyes, nose, ears, tongue, skin. ഏതൊക്കെയാണ് 5 സെൻസ് ഓർഗൻസ് പറയുന്നത്? ഒന്നുകൂടെ. ഐ, നോസ്, ear, tongue, then skin. ഉണ്ടോ? തൊലി. ഇതാണ് 5 ഓർഗൻസ് ഉള്ളത്. നമ്മൾ സെൻസ് ഓർഗൻസ് ഉള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് നമ്പർ 5 ആണ്. In each hand we have 5 fingers. Each hand. ഒരു രണ്ട് കൈയിലൂടെ അല്ല മിസ് പറയുന്നത്, ഒരു കൈയ്യ്. Each hand we have 5 fingers. Understood? 1, 2, 3, 4, 5. കണ്ടോ? ഒരു കൈയിൽ 5 വിരലുകളാണുള്ളത്. ഇനി നമുക്ക് ഇവിടെ എഴുതാം. See? How to write 5? Pattern is given here. Pattern ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്യണം? ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞ് ഒരു സ്ലാൻഡിംഗ് ലൈൻ വരയ്ക്കണം. പിന്നെ ഒരു കർവ്. മിസ് ഇവിടെ കാണിക്കാം. One sleeping line, one slanting line, then curve. കണ്ടോ? Sleeping line, slanting line, curve. 5. Then you can draw and you can trace the pattern. Pattern is given here. You can trace on it. See, 5. Way of writing 5 is given here. Now, 5. Sleeping line, slanting line, curve. 5. This is 5. The way of writing is given here. According to that, you can do. Similarly, you can go up to here. You can write up to here. Then count and write how many flowers. Count it. Count 1, 2, 3, 4, 5. Answer is 5. Answer is 5. Up to here you can write. Then how many sweets are here? How many sweets are here? എത്ര സ്വീറ്റ് ഉണ്ട് ഇവിടെ? എത്ര മിഠായി ഉണ്ട്? 5. Count it. 1, 2, 3, 4, 5. ഒന്നുകൂടെ. 1, 2, 3, 4, 5. എങ്ങനെ എണ്ണിയാലും ആൻസർ ഈസ് 5. Right here 5. ഉണ്ടോ? ഇവിടെ വരെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. Here you write and learn. Next page. Question is color, count and write. Color ചെയ്യണം, count ചെയ്യണം, എഴുതണം. മനസ്സിലായോ?
പോർഷനിൽ നിങ്ങൾ റെഡ് കളർ കൊണ്ട് ഫില്ല് ചെയ്യണം. ഔട്ടർ പോർഷനിൽ നിങ്ങൾ റെഡ് കളർ കൊണ്ട് ഫില്ല് ചെയ്യണം. ഇതിന്റെ ഇന്നർ പോർഷനിൽ എന്നാ കൊടുക്കണം? യെല്ലോ കൊടുക്കണം. യെല്ലോ കൊടുക്കണം. ഇവിടെ യെല്ലോ കൊടുക്കണം കേട്ടോ. യെല്ലോ കൊടുത്താൽ മതി. ഇവിടെ യെല്ലോ കൊണ്ട് ഫില്ല് ചെയ്യണം. അത്ര അതിനുള്ളൂ, ബട്ടർഫ്ലൈക്ക് ഉള്ളൂ. അപ്പൊ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? ഹൗ മെനി ബട്ടർഫ്ലൈസ് ആർ there? 1 അല്ലേ? നമ്മളിവിടെ ആൻസർ എഴുതണം 1. എന്നെ എഴുതണം 1. Then ഇവിടെ അടുത്തത് നെക്സ്റ്റ് വൺ ലീഫാണ്. ലീഫ്. ഹൗ മെനി ലീവ്സ് ആർ ഹിയർ? ഒത്തിരി ഉണ്ട് ലീഫ് എന്നുള്ള ലീവ്സ് ആണ്. എത്ര ലീവ്സ് ഉണ്ട്? ഹൗ മെനി ലീവ്സ് ആർ there? എണ്ണിക്കേ. കൗണ്ട് ഇറ്റ്. 1. ലീഫിന്റെ കളർ എന്തെണ്ണിക്കേ? 1 2 3 4 5. ഓരോ ലീഫിന് നിങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കാം. കളർ ഓഫ് എ ലീഫ് ഗ്രീൻ അല്ലേ? ഇവിടെ എല്ലാം ഗ്രീൻ കൊണ്ട് ഫില്ല് ചെയ്യണം. ഇവിടെ കൈ പോർഷനുകളെല്ലാം ഗ്രീൻ കളർ കൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പൊ എത്ര ലീവ്സ് ഉണ്ട് മൊത്തം? 5 ലീവ്സ് അല്ലേ? ഒന്നുകൂടെ once again count. 1 2 3 4 5. ഇവിടെ നിങ്ങൾക്ക് 1 2 3 4 5. Total how many leaves? 5 leaves. ഇനിയും റെഡ് കളർ കൊടുക്കണം പൂവിന്. which color? You can choose red color. You can choose red color. How many flowers are there? How many flowers are there? Count it. 1 2 3. ഏത് കളർ ചൂസ് ചെയ്യണം? റെഡ് കളർ. റെഡ് കളർ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം പൂവിന്റെ ചുറ്റും ഫില്ല് ചെയ്യാം കേട്ടോ. നിറയ്ക്കണം റെഡ് കളർ കൊണ്ട്. ആ മിഡിൽ പോർഷൻ മാത്രം ഒന്നും കൊടുക്കണ്ട. How many flowers are there? 3 flowers. Count it. 1 2 3. Answer is 3 കേട്ടോ. Color, count and write. മിസ് കളർ ചെയ്തോ? ഇല്ല, മിസ് പൂർത്തിയായിട്ട് കളർ ചെയ്തിട്ടില്ല. നിങ്ങൾ വീട്ടിൽ ചെയ്യുക. മിസ് കാണിച്ചു തന്നതുപോലെ choose the color and do the coloring. Then after coloring you can count and write in each box how many are there, how many leaves are there, how many flowers are there, how many butterflies there. Count and write. Count and write. Take next page. There is some more work is there to count and write. അവിടെ നിങ്ങൾ പടമൊന്നും കളർ അടിക്കണ്ട. only count and write. പടം വേണ്ടി എഴുതിയാൽ മതി. Count it. How many strawberries are there? How many strawberries are there? 1. എത്ര strawberry ഉണ്ട്? 1. Then how many apples are here? How many apples are here? Count it. 1 2. എത്ര ആപ്പിൾ ഉണ്ട്? 2. Then how many butterflies are here? 1 2 3. എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? 3 ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ? ഇവിടെ എഴുതിയ 3. നമ്മൾ ഇതെല്ലാം പഠിച്ചത് ഓൾറെഡി. എത്ര മഷ്റൂം ഉണ്ട്? കൗണ്ട് ഇറ്റ്. 1 2 3 4. എത്ര മഷ്റൂം ഉണ്ട്? 4 മഷ്റൂംസ് ഉണ്ട് അല്ലേ? 4 എഴുതാൻ നമുക്കറിയാം. എഴുതി ആണോ? എല്ലാവരും എഴുതിയല്ലോ. Then how many flowers are here? 1 2 3 4 5. ഒന്നുകൂടെ എണ്ണിക്കേ. 1 2 3 4 5. Answer is 5. 5 എഴുതിയോ? How many giraffe is here? 2. Answer is 2. ഉണ്ടോ? എത്ര giraffe ഉണ്ടായിരുന്നു? 2 അല്ലേ? Color the balloons with the corresponding number and color. താഴെ കൊടുത്തിരിക്കുന്ന നമ്പരും ബലൂണിൽ കൊടുത്തിരിക്കുന്ന നമ്പരും നോക്കണം. താഴെ 1 ആണ്. 1 കൊടുത്തിരിക്കുന്ന കളർ ഏതാ? റെഡ് കളർ.
Then see the next page. Count and circle the correct number. Correct number circle ചെയ്യണം. Count and circle the correct number. തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് അവിടെ കൗണ്ട് ചെയ്യണം. How many flowers are here? One flower. അല്ലേ? അപ്പോൾ 1 എന്ത് ഇവിടെ? ഇതാണോ? 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 ഇതിലേതാ 1? ഇതാണോ 1? ഇതാണോ? ഇതാണോ? ഏതാ? ഇതാ അല്ലേ? 1 ഇതാ. നിങ്ങൾക്ക് പിടുത്തം നിങ്ങളെല്ലാവരും എല്ലാവരും എടുക്കലാണ്. വണ്ണം കാണിച്ചത് മിസ്സിന്. ഇനി അതെന്നാ ചെയ്യണം? സർക്കിൾ ചെയ്യണം അല്ലേ? ഇനി നോക്കിക്കേ. How many cats are there? Count it. 1, 2. എത്രയാണ് ഉണ്ട്? 2. ഇതിന്റെ 2 ഏതാ? Find out middle one. ഇത് 2 അല്ലേ? 2നെ നമ്മൾ സർക്കിൾ ചെയ്യും. ഇനി how many birds are there? Count ചെയ്തേ. എത്ര ബേർഡ്സ് ഉണ്ടെന്ന്? 1, 2, 3, 4. എത്ര ബേർഡ്സ് ഉണ്ട്? ടോട്ടൽ how many birds are there? 4 birds. So we can circle the middle number 4. 4 is here in middle. Then how many rabbits are there? എത്ര rabbit ഉണ്ടെങ്കിൽ 1, 2, 3. 3. ഇതിലേതാ 3? ഇതാണോ? ഉറപ്പാണോ? ഉറപ്പല്ലേ? Are you sure? Yes. Then we can circle this 3. Understood? Today we have done so many exercise and so many activities. Color the balloon, circle the number, then count and write. Count and write, color the object and circle the correct number. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ so many activities we have done. Then we have learned 5 also. മിസ്സിന് അറിയാം. അത് 5 വരെ നമുക്ക് ഈ ടേമിൽ പഠിക്കാനുണ്ട്. എഴുതാനും പഠിക്കാനും എന്ന് പറയുന്ന വർക്ക് ബുക്കിൽ പ്രിന്റഡ് നോട്ട് ബുക്കിൽ 3, 4, 5 3, 4, 5 ആ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അതുപോലെ തന്നെ എഴുതണം. ധൃതി വെക്കേണ്ട. Don't make hurry Saturday or Sunday. When your mummy get time, you can write slowly. 3, 4, 5 എഴുതി പഠിക്കുക. You write and learn. Raise and learn. 3, 4, 5. Then let's wind up the class today. Okay, bye.